അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 7-ാം ക്ലാസ്സിലെ ഫിഖഹിൻ്റെ 5-ാം പാഠത്തിൻ്റെ തദ്രീബാത്താണ്. സകാത്ത് ഉറൂദി തിജാറത്തി എന്ന 5-ാം പാഠം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കാണുക. അപ്പോൾ തദ്രീബാത്ത് നോക്കാം. അത്തദ്രീബാത്തു ഇഖ്തരി സ്വഹീഹ, സ്വഹീഹ് നീ തിരഞ്ഞെടുക്കൂ, ശരിയായത് നീ തിരഞ്ഞെടുക്കൂ. അത്തിജാറത്തു കച്ചവടമെന്നാൽ അല്ലെങ്കിൽ വ്യാപാരമെന്നാൽ ഹിയ അത് തബറുൽ മാലി സമ്പത്ത് വെറുതെ കൊടുക്കലാണ്, സൗജന്യമായിട്ട് കൊടുക്കലാണ്. ബ തഖ്ലീബുൽ മാലി ബിൽ ബൈഇ വശിറാഇ ലിദ്ദിബിഹി ലാഭത്തിന് വേണ്ടി വാങ്ങൽ കൊണ്ടും വിൽക്കൽ കൊണ്ടും സമ്പത്തിനെ ചലിപ്പിക്കൽ അല്ലെങ്കിൽ സമ്പത്തിനെ മാറ്റിമറിക്കൽ, അതിനാണ് തിജാറത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് ബ ആണ് ശരി. 3 ഇഖ്റാദുൽ മാലി സമ്പത്തിനെ കടം കൊടുക്കൽ. അപ്പോൾ രണ്ടാമത്തതാണ് ടിക്ക് ഇടേണ്ടത്. 2 നിസ്വാബു സകാത്തി തിജാറത്തി യുഖദ്ദറു മിൻ ഫിദ്ദത്തിൻ ബി നിസ്വാബു സകാത്തി തിജാറത്തി കച്ചവടത്തിൻ്റെ സകാത്തിൻ്റെ കണക്ക് യുഖദ്ദറു അത് കണക്കാക്കപ്പെടും മിൻ ഫിദ്ദത്തിൻ വെള്ളിയിൽ നിന്ന് ബി കൊണ്ട് 50 ഗ്രാം കൊണ്ട് 595 ഗ്രാം കൊണ്ട് 1000 ഗ്രാം കൊണ്ട്. ഇതും രണ്ടാമത്താണ് ശരി. 595 ഗ്രാം കൊണ്ടാണ് കണക്കാക്കപ്പെടുക. 3 നിസ്ബത്തുൻ മിഅവിയത്തുൻ ശതമാനം, 100%, അതിനാണ് നിസ്ബത്തുൻ മിഅവിയത്തുൻ എന്ന് പറയാം. ലി സകാത്തി ഉറൂദി തിജാറത്തി കച്ചവട ചരക്കിൻ്റെ സകാത്തിനിക്കുള്ള ശതമാനം എത്രയാണ്? ഒരു അലിഫ് 2%, 5%, 2.5%. അതിൽ മൂന്നാമത്തെ ജീമാണ് ശരി. 2.5%മാണ് സക്കാത്തിൻ്റെ കണക്ക്, അത് കൊടുക്കേണ്ടത് 2%. 4 യുഷ്തറത്തു ഷർത്താക്കപ്പെടും ലി സകാത്തി ഉറൂദി തിജാറത്തി കച്ചവട ചരക്കിൻ്റെ സക്കാത്തിനിക്ക് ഷർത്താക്കപ്പെടും. എന്താണ് ഷർത്ത്? മുറൂറു ഹൗലിൻ ഖമരിയിൻ ചാന്ദ്രിക വർഷം പൂർത്തിയാകൽ. മുറൂറ് ഷഹരിൻ മാസം പൂർത്തിയാകൽ. മുറൂറ് യൗമേനി 2 ദിവസം പൂർത്തിയാകൽ. ഇത് ഒന്നാമത്തതാണ് ശരി, അലിഫാണ് ശരി. മുറൂറ് ഹൗലിൻ ഖമരിയിൻ ചാന്ദ്രിക വർഷപ്രകാരം 1 വർഷം പൂർത്തിയാകൽ. അടുത്ത 2 ബയ്യിൻ വ്യക്തമാക്കാം. അതിലൊന്ന് മാന ഖൗലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കിൻ്റെ അർത്ഥം എന്താണ്? വഫിൽ ബസ്സി സ്വദഖത്തുഹു ബസ്സിൽ അതിൻ്റെ സ്വതക്കയുണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? അൽ ബസ്സു എന്ന് പറഞ്ഞാൽ ഹുവൽ ബിദാഅത്തുൽ മുഅദ്ദത്തുൽ ബൈഇ വിൽക്കാൻ വേണ്ടി ഒരുക്കി തയ്യാറാക്കപ്പെട്ട കച്ചവട ചരക്കിനാണ് ബസ്സ് എന്ന് പറയുക. സ്വദഖത്തുഹു എന്ന് പറഞ്ഞാൽ അസ്വദഖത്തുൽ വാജിബത്തു നിർബന്ധമായ സ്വതക്ക ഐ സക്കാത്ത്. അപ്പോൾ ഉത്തരമായിട്ട് എഴുതേണ്ടത് ഹുവൽ ബിദാഅത്തുൽ മുഅദ്ദത്തുൽ ബൈഇ സ്വദഖത്തുൻ വാജിബത്തുൻ അല്ലെങ്കിൽ സക്കാത്ത് എന്ന് എഴുതിയാലും മതി. അതാണ് അതിൻ്റെ ഉദ്ദേശം. 2 ഷുറൂത്ത വുജൂബി സക്കാത്തി തിജാറത്തി കച്ചവട സക്കാത്ത് നിർബന്ധമാകുന്നതിൻ്റെ ഷർത്ത്. 3 ഷർത്തുകളാണുള്ളത്. 1 ബുലൂഗുൻ നിസ്വാബി നിസ്വാബ് തികയുക, എത്തുക, അതിൻ്റെ കണക്കെത്തുക. അതായത് 595 ഗ്രാമിൻ്റെ വില ഉണ്ടായിരിക്കുക ടോട്ടൽ കച്ചവട ചരക്ക്. 2 മുറൂറു സനത്തിൻ കാമിലത്തിൻ ഹൗലുൻ ഖമരിയുൻ ചാന്ദ്രിക വർഷം പൂർത്തിയാകുക. 3 നിയ്യത്തു തിജാറത്തി തിജാറത്തിൻ്റെ നിയ്യത്ത് കൊണ്ടായിരിക്കുക. ഇന്ദ ഷറായി വാങ്ങുന്ന സമയത്ത് തിജാറത്തിന് നിയ്യത്തുണ്ടായിരിക്കുക. ഈ 3 ഷർത്തുകളാണുള്ളത്. 3ാമത്തെ ക്വസ്റ്റ്യൻ കൈഫിയത്ത ഹിസാബി സക്കാത്തി തിജാറത്തി ഫി ആഖിറിൽ ഹൗലി കൈഫിയത്ത രൂപം ഹിസാബി സക്കാത്തി തിജാറത്തി കച്ചവട സക്കാത്ത് കണക്കാക്കുന്നതിൻ്റെ രൂപം ഫി ആഖിറിൽ ഹൗലി വർഷാവസാനം
വർഷത്തിൻ്റെ അവസാനം കച്ചവടച്ചരക്കിൻ്റെ സക്കാത്ത് കണക്കാക്കുന്ന രൂപം. അതിന് രൂപം തഖ്വീമുൽ ബിദാഅത്തി ബിൽ ഖീമത്തി സൂഖിയത്തിൽ ഹാദിറ. ഹാജറായ നിലവിലുള്ള മാർക്കറ്റ് വില കൊണ്ട് കച്ചവടച്ചരക്കിനെ നിർണ്ണയിക്കുക. വിപണിയിൽ ഉള്ള വില കൊണ്ട് നിർണ്ണയിക്കുക. മാർക്കറ്റ് വില കൊണ്ട്. ഹാദിറ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വില കൊണ്ട്. പിന്നെ ലമ്മുർ റിബിഹ് ഇലാ റഅസിൽ മാലി, മൂലധനത്തിലേക്ക് ലാഭം ചേർക്കുക. സുമ്മ പിന്നെ ഇളാഫത്തു ദുയൂനിലെത്തി യുതയഖ്നു റുജൂഹ, തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുള്ള കടങ്ങൾ ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഇഖ്റാജ് റുബുൽ ഉശ്രി, 1/4 പുറപ്പെടുവിക്കുക, അല്ലെങ്കിൽ സക്കാത്തായിട്ട് കൊടുക്കുക. അതാണ് അതിൻ്റെ ആൻസർ. 4 മാ യുഖ്റജു സക്കാത്തൻ ഫി തിജാറത്തി, കച്ചവടത്തിൽ സക്കാത്തായിട്ട് എന്താണ് പുറപ്പെടുവിക്കേണ്ടത്? പുറപ്പെടുവിക്കേണ്ടത് റുബുൽ ഉശ്ർ, 1/4. അതിനുശേഷം ഇങ്ങനെയും എഴുതാം, ലാ യജൂസ് ഇഖ്റാജു സക്കാത്തി മിൻ നഫ്സിൽ ബിദാഅത്തി, കച്ചവടച്ചരക്ക് തന്നെ സക്കാത്തായിട്ട് പുറപ്പെടുവിക്കൽ ജായിസാവുകയില്ല. അപ്പോൾ മാ യുഖ്റജു, എന്താണ് പുറപ്പെടുവിക്കേണ്ടത്, എന്താണ് സക്കാത്ത് കൊടുക്കേണ്ടത്? സക്കാത്തിന് സക്കാത്തായിട്ട് ഫി തിജാറത്തി, കച്ചവടത്തിൽ 1/4, അല്ലെങ്കിൽ 2.5% സക്കാത്ത് കൊടുക്കുക. അതിനുശേഷം എഴുതാം, ലാ യജൂസ് ഇഖ്റാജു സക്കാത്തി മിൻ നഫ്സിൽ ബിദാഅത്തി, കച്ചവടച്ചരക്ക് തന്നെ സക്കാത്തായിട്ട് പുറപ്പെടുവിക്കൽ ജായിസാവുകയില്ല. കമ്മിൽ, പൂർത്തിയാക്കാനുള്ളതാണ്. നിസ്വാബുൽ ഫിദ്ദത്തി, വെള്ളിയുടെ കണക്ക്. ഹുവ, അത് ഡാഷ് ഗ്രാമൻ, 595 ഗ്രാമാണ്. അപ്പോൾ 595 എന്നാണ് പൂർത്തിയാക്കി കൊടുക്കേണ്ടത്. അടുത്ത് നിസ്ബത്തു സക്കാത്ത് ഉറൂദി തിജാറത്തി, കച്ചവട ചരക്കിൻ്റെ സക്കാത്തിൻ്റെ ശതമാനം. ഹിയ, അത് എത്ര ശതമാനമാണ്? 2.5%. അപ്പോൾ 2.5% അവിടെ എഴുതി കൊടുക്കേണ്ടത്. 3 അൽ ഇബ്റത്തു, പരിഗണിക്കപ്പെടുന്നത്. ഫീ ഇൽ ഡാഷ് ബി ഖീമത്തിൽ ബിദാഅത്തി, കച്ചവടച്ചരക്കിൻ്റെ വില കൊണ്ട് ആഖിറസനത്തി, വർഷാവസാനം കച്ചവടച്ചരക്കിൻ്റെ വില കൊണ്ട് പരിഗണിക്കപ്പെടും. ഏതിലാണ് പരിഗണിക്കപ്പെടുക? ഫി സക്കാത്തി തിജാറത്തി, കച്ചവടത്തിൻ്റെ സക്കാത്തിലാണ് ഇത് പരിഗണിക്കപ്പെടുക. ലാ യജൂസു, ജായിസാവുകയില്ല. ഇഖ്റാജു സക്കാത്തി തിജാറത്തി, കച്ചവടത്തിൻ്റെ സക്കാത്ത് പുറപ്പെടുവിക്കൽ ജായിസാവുകയില്ല. മിൻ നഫ്സിൽ ബിദാഅത്തി, കച്ചവടച്ചരക്ക് തന്നെ പുറപ്പെടുവിക്കൽ ജായിസാവുകയില്ല. അതിൻ്റെ ഉദാഹരണവും കാര്യങ്ങളെല്ലാം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ അത് കാണുക, അപ്പോൾ ഒന്നും കൂടെ മനസ്സിലാകും. 4 അന്നശാതു തത്ബീഖി, പ്രായോഗിക പരിശീലനം. ഇദാ ബലഗത്ത്, എത്തിയാൽ, ഖീമത്തുൽ ബിദാഅത്തി, കച്ചവടച്ചരക്കിൻ്റെ വില എത്തിയാൽ, ഫി ആഖിരി സനത്തി, വർഷാവസാനം 5 ലക്ഷം എത്തിയാൽ, ഫമിഖ്ദാറു സക്കാത്തി, സക്കാത്തിൻ്റെ കണക്ക്, അൽ വാജിബത്തി, നിർബന്ധമായ സക്കാത്തിൻ്റെ കണക്ക് എത്രയാണ്? അപ്പോൾ വർഷാവസാനം മുഴുവനായിട്ട് കച്ചവടച്ചരക്ക് കൂട്ടിയപ്പോൾ 5 ലക്ഷത്തിൻ്റെ സാധനം കടയിലുണ്ട്. അങ്ങനെയാകുമ്പോൾ എത്രയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? അപ്പോൾ 5 ലക്ഷത്തിന് 2.5% സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 12,500 രൂപ ആകും സക്കാത്തായിട്ട് കൊടുക്കേണ്ടത്. മൻ ഒരുത്തിന് ലഹു, അവനുണ്ട്, ബിദാഅത്തുൻ, കച്ചവടച്ചരക്കുണ്ട്, ഖീമത്തുഹ, അതിൻ്റെ വില 80,000 രൂപിയ, 80,000 രൂപയാണ്. അപ്പോൾ വർഷാവസാനം കൂട്ടിയപ്പോൾ 80,000 രൂപയാണ് കച്ചവടച്ചരക്കായിട്ട് കിട്ടിയത്. വലഹു, അവനുണ്ട്, ദൈനുൻ, കടമുണ്ട്, യുതയഖ്നു റുജൂഹു, അത് മടക്കി കിട്ടുമെന്ന് ഉറപ്പിക്കപ്പെട്ട കടമാണ്. മബ്ലഗുഹു, അതിൻ്റെ തുക 10,000, 10,000 രൂപയാണ്. ഫമിഖ്ദാറു സക്കാത്തി കം, അപ്പോൾ എത്രയാണ് സക്കാത്തിൻ്റെ കണക്ക്? അപ്പോൾ 80,000-ഉം 10,000-ഉം കൂടെ കൂട്ടിയാൽ 90,000 ആയി. അപ്പോൾ 90,000 രൂപയുടെ 2.5% സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ
2250 രൂപയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇന്നത്തെ വില അനുസരിച്ച് കച്ചവടച്ചരക്ക് ടോട്ടൽ 1,60,000 രൂപയാകണം, എന്നാലേ സക്കാത്ത് നിർബന്ധമാവുകയുള്ളൂ. ഇനി ചിലപ്പോൾ വെള്ളിയുടെ ക്യാഷ് കുറഞ്ഞാൽ, വെള്ളിയുടെ മൂല്യം കുറഞ്ഞാൽ 1,50,000 കൊടുക്കേണ്ടിയും വരും. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് അനുസരിച്ച് 1,63,000 രൂപ കച്ചവടച്ചരക്കായിട്ടുണ്ടെങ്കിൽ മാത്രമേ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലാകാത്തവർ ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാഫിയ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.